അസ്സലാമലൈക്കും. ഹബീൻ്റെക്കിലേക്ക് സ്വാഗതം. നമസ്കാരം. ഇപ്പം എന്താ നമ്മളിന്ന് ഉണ്ടാക്കണമെന്ന് അറിയോ? ദോശയും ചട്ടിനി കേട്ടോ. അപ്പം അതിക്ക് വേണ്ടി ഒരു തക്കാളി ചമ്മന്തി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതാക്കണം. ഒരു 2 തക്കാളി ഞാൻ എടുത്തിട്ടുണ്ട്. നല്ല പഴുത്ത തക്കാളി നോക്കിയിട്ട് തക്കാളി ചമ്മന്തി എന്നറിയാം, തക്കാളി ചട്ടിനി എന്നറിയാം, ഒക്കെ പറയാട്ടോ. ഏതായാലും ഈ സാധനമാണ് ഉണ്ടാക്കുന്നത്. 2 തക്കാളി എടുത്ത്, നല്ല പഴുത്ത തക്കാളി ഉണ്ടെങ്കിൽ അത് തന്നെ നോക്കിയെടുക്കുക. പിന്നെന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു ഇതിനി കുക്കറിലേക്ക് ഇടുക. നമ്മൾ കുക്കർക്കിട്ട് പിന്നെ എന്താണ് വെളുത്തുള്ളി ആയതുകൊണ്ട് ഒരു 3-4 അല്ലി എടുത്തിട്ടുണ്ട്. ഇത് ഒതുക്കിടുക. ഒരു ചെറിയ പീസ് ഇഞ്ചി ഇതാണ്ട, അതും ഇതിലൊന്ന് അരിഞ്ഞിടുക. കുറച്ച് മതി, ഇതന്നെ ഫുള്ള് വേണമെന്നില്ല. ഇഞ്ചി കുറച്ച് മതി. ഇഞ്ചി ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും, അതിന് വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വാളംപുളി കുറച്ചിടുക. ഇതിടുക കേട്ടോ. വാളംപുളി ആയിക്കോട്ടെ. അപ്പോൾ നല്ല പുളിയുള്ള ഇതായതുകൊണ്ട് ഞാൻ കുറച്ചാട്ടോട്ട്, കാരണം നമ്മൾ ഇച്ചിരിയല്ല ഉണ്ടാക്കണത്, അതിനനുസരിച്ച് ഇടുക പുളിയൊക്കെ. ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് വേവിക്കുക. അപ്പോൾ അത് നമ്മൾ ദോശക്ക് കലക്കി വെച്ചിട്ടുണ്ട്. 1.5 നായി പറഞ്ഞ ഗ്ലാസ്സിനാട്ടോ വളക്കണേ. സ്റ്റീൽ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് പച്ചരി, 1/2 ഗ്ലാസ് ഉഴുന്ന്. ഇത് ഒരിച്ചിരി 2 സ്പൂണ് തൈരും കൂട്ടിയിട്ട് ഇപ്പം നേരം വെളുത്തതിൻ്റെ ശേഷം അരച്ച് വെച്ചതാട്ടോ. പുളിയില്ലാത്ത ദോശ ഇവിടെ ആർക്കും പറ്റില്ല. അപ്പം ഇങ്ങനെ ഉണ്ടാക്കിയാൽ തീരെ പുളി ഉണ്ടാവില്ല. പുളി വേണമെങ്കിൽ രാത്രി ആക്കി വെക്കുക കേട്ടോ. അപ്പം നമ്മൾ എന്താണ് തക്കാളി ചട്ടിനിയും കൂടി ഉണ്ടാക്കേണ്ടത് ഇതിക്ക്. പിന്നെ ഇത് രണ്ടുമാണ് ഇന്നത്തെ രാവിലത്തെ കടിട്ടോ, കടിയും കറിയൊക്കെ. നമുക്ക് ചട്ടിനിയാണ് ഉണ്ടാക്കുക. ചട്ടിനി അല്ല, ഇത് ഒന്ന് റെഡിയാക്കി കേട്ടോ. തക്കാളി ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് ആദ്യം. ഇതിന് വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മൾ ഇച്ചിരി എണ്ണ, ഇപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടാക്കിയാൽ എടുത്ത് വെക്കാനും പറ്റും കേട്ടോ. ഞാനിപ്പോഴത്തെ ആവശ്യത്തിനാണ് ഉണ്ടാക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കി കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയെടുത്താൽ മതി. നമുക്ക് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഉഴുന്ന് പരിപ്പ് ലേശം ഇട്ട് കൊടുക്കാം. കുറച്ച് മതി. ഉഴുന്ന് പരിപ്പ് കുറച്ച് ഉഴുന്ന് പരിപ്പിട്ട്, കടുക് ഇട്ട് ഉഴുന്ന് പരിപ്പിട്ട് തീ ലേശം കുറക്കുക അല്ലേ. കറിവേപ്പിട്ട് നമുക്ക് തക്കാളി ഇതിക്ക് വേവിച്ച് വെച്ച തക്കാളി, പുളി, ഒരു ചെറിയ ഇഞ്ചി കഷ്ണം, വെളുത്തുള്ളി. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി,
എരിവുള്ള മുളക് പൊടി നോക്കിയിട്ട് വേണമെന്നില്ല, തോനെ എരിവ് വേണ്ടല്ലോ. ദോശക്കും പറ്റും, ചോറിന് പറ്റും, ചപ്പാത്തിക്ക് പറ്റും, എല്ലാത്തിനും പറ്റും. ഞാനൊന്നുണ്ടാക്കിയത് നമ്മളിപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർക്കാതെ തക്കാളി വേവിച്ചെടുത്താട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും, നല്ല അടിപൊളി ടേസ്റ്റ്. ഇപ്പം നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല. ഉപ്പ് പാകത്തിന് ഉപ്പ് നമ്മളെ ഓരോരുത്തരുടെ പാകത്തിന് എരിവും ഉപ്പും ഉണ്ട്. എത്ര പെട്ടെന്ന് നമ്മൾ തക്കാളി ചട്ടിന് ഒരു 2 വിസിൽ അടിച്ചേക്കിന് ഓഫാക്കിയാൽ മതി. അപ്പോൾ ഇതുപോലെ കിട്ടും. വെള്ളമൊന്നും ഒഴിക്കാതെ ഉണ്ടാക്കിയാൽ കുട്ടികൾക്ക് കൊണ്ടുപോകാനോ ചോറ് കൊണ്ടുപോകുന്നവർക്ക് രാവിലെ കൊണ്ടുപോകുന്നവർക്കൊക്കെ ഈ ഒരു തക്കാളി ചട്ടിനി എന്നറിയാം, ചമ്മന്തി എന്നും പറയുന്നത് ഏത് വേണമെങ്കിലും പറയാം. ഇതുണ്ടാക്കിയാണ് കൊണ്ടുപോയിക്കോളി. എളുപ്പം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. 2 വിസിലടിച്ചാൽ ഇത് റെഡിയായി. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് വാങ്ങി വെക്കാം. തീയൊന്ന് കുറച്ച്. അപ്പം ഇന്നത്തെ ഇനിയിപ്പോൾ ദോശ ചൂടാണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ദോശ കട കലക്കി വെച്ചാണ്. പുളിയുള്ള ദോശ ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അപ്പോൾ രാവിലെ അരച്ച് എന്നാലും നല്ല സോഫ്റ്റുള്ള ദോശ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതാണ്. അപ്പോൾ അതൊന്ന് കുറച്ച് നേരം അവിടെ നിൽക്കട്ടെ വെച്ചിട്ടാണ് ഇപ്പോൾ ആദ്യം ഇതുണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ കറികളൊക്കെ ആയാലും എളുപ്പമുണ്ടല്ലോ. അപ്പോൾ ഇത് റെഡിയായി. നമുക്ക് ഉപ്പുണ്ടാകുന്ന നോക്കാം. കുറച്ചുകൂടി വേണം. ഞാൻ ടേസ്റ്റാട്ടോ. ഉപ്പിൻ്റെ ഒരു വരായിട്ട് അപ്പോൾ ഇത് റെഡിയായി. അത് ആയോ ചട്ടിനി? നമുക്ക് ചട്ടിനി ഉണ്ടാക്കാം. ഒരു കുഞ്ഞി പാത്രമുണ്ട് അടുപ്പത്ത് വെച്ച് അതൊന്നാണ് ചൂടാകുമ്പോൾ ഇതിക്ക് പിന്നെ ഉഴുന്ന് പരിപ്പൊന്നും വേണ്ട, കടുക് ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ കടുക് ഇടണം. നമുക്ക് ചട്ടി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും. കുറച്ച് ചട്ടിനിയും കുറച്ച് തക്കാളി ചമ്മന്തിയാണ് ഇപ്പം ഉണ്ടാക്കിയത്. ആർക്കേലും ഏതാ പറ്റാത്തവരുണ്ടെങ്കിൽ ഇഷ്ടമുള്ള കൂട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പം അങ്ങനെ ചെയ്തത്. ഇനി ഇത് രണ്ടും കഴിക്കണമല്ലോ ഉണ്ടാവും. കടുക് ഇത് പൊട്ടി വരുമ്പോൾ നമുക്കൊരു വറ്റൽമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയാണ് ഇടാം. ഇതിൽ കണ്ടൊഴിച്ച് കൊടുക്കാം. ഇതിൽ 2 പച്ചമുളക്, തേങ്ങ, ഒരു പിഞ്ച് പുളി, ചെറിയ കഷ്ണം ഇഞ്ചിട്ടാണ്, ഒരു ചെറിയ ഉള്ളി ചുമന്ന, കുറച്ചുകൂടി മണ്ണ തളച്ചൊക്കെ മതി. ഇച്ചിരി ഉപ്പിട്ട് കൊടുത്താൽ കറി റെഡിയായി. ചട്ടിനി ചമ്മന്തിയൊക്കെ റെഡിയായിട്ടാണ്. നല്ല ടേസ്റ്റാണ്.
ഇവിടെ ഉള്ള സോനുവിന് എന്താണ് ഉഴുന്ന് ദോശ ഭയങ്കര ഇഷ്ടം. അതിനെ തിളച്ചാൽ മതി. ഒന്നും തിളക്കട്ടെ. തീ കുറച്ച് വെച്ചാട്ടോ ഞാൻ മറന്നിട്ട്. അതാണ് തിളക്കാൻ. അപ്പോൾ അതാ ഇതുപോലെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. നല്ല അടിപൊളി ടേസ്റ്റാണ്. പുളിയില്ലാത്ത ദോശ ഉണ്ടാക്കണമെങ്കിൽ രാവിലെ ഇതുപോലെ അരച്ച് ഞാൻ കാണിച്ചില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ അരക്കണ കാണിക്കാൻ വേണ്ടി വന്നപ്പോഴാണ് ഫോണിൽ ചാർജ് ഇല്ലാത്തത്. അപ്പോൾ പിന്നെ അരച്ചിട്ട് നിങ്ങളോട് പറയാമെന്ന് വിചാരിച്ചു. അത് 1.5 ഗ്ലാസ് അരി നമ്മൾ രാത്രി വെള്ളത്തിലിട്ട് ഉഴുന്ന് 1 ഗ്ലാസ് ഇട്ട് രാവിലെ അത് നല്ലപോലെ കഴുകിയിട്ട് ഒരു 2 സ്പൂണ് തൈര് ഒഴിച്ച് അരച്ചെടുത്ത്. ഇത്രയേ ചെയ്തിട്ടുള്ളൂ. ഇപ്പോൾ ഒരു അരമണിക്കൂറായില്ലേ, ഒരു അരമണിക്കൂർ വെച്ച് അവളാണ് അരച്ചൊക്കെ റെഡിയാക്കി. അതുകൊണ്ട് അവളോട് വെച്ചത്. ഞാനിപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കുക. അപ്പോൾ ഇത് റെഡിയായി. അപ്പം അത്ര മതി. നേരം തിളച്ച് കാണാം. ഉപ്പ് കുറച്ച് കുറവാണ്. അപ്പം നമ്മൾ തിരിയാണ്ട് ഉപ്പാം. അപ്പം നമ്മൾ ദോശ ചുട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതാണ് നമ്മൾ പറഞ്ഞ അടിപൊളി ദോശ. ചില ആൾക്കാർക്ക് പുളി ദോശ കേട്ടോ ഇഷ്ടമുണ്ടാകുക. അങ്ങനെയുള്ളവർ തലേ ദിവസം അരച്ച് വെക്കുക. നമുക്ക് ഇനിയിപ്പോൾ നേരം ഇല്ലെങ്കിൽ രാവിലെ ഇതുപോലെ ചെയ്യുക. കറണ്ടൊക്കെ ഇല്ലാത്ത സമയം ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളവർക്ക് രാവിലെ അരച്ച് ചുട്ടാൽ മതി. നല്ല ദോശയും ചമ്മന്തിയും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങൾ ഉണ്ടാക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞ സോനു. സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാം. അപ്പോൾ ഗൈസ് ഈ ദോശല്ലേ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഉണ്ടാക്കി തരും. ഒരു സെക്കൻഡ് കൊണ്ട് ദോശ ഉണ്ടാക്കാൻ പറ്റും എന്നാ പറയുന്നത്. കണ്ടില്ലേ? ഇത് ഇൻ്റെതാട്ടെ ഗൈസ്. നിന്റെ തേടി ഇപ്പോൾ ചുട്ടിട്ട് കാണിക്കേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഈ ചുട്ടിട്ട് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ട് എന്നൊക്കെ. ഇപ്പോൾ ദോശ ഇതുണ്ടോ, നല്ല സോഫ്റ്റായ ദോശ. അതാ കാണിച്ചു തരാം. ഇത് നോക്കി, ഇതുണ്ടോ. ഇപ്പം നമ്മൾ രാവിലെ ഉണ്ടാക്കിയതാന്ന് പറയൂ. അരച്ചൊക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഇതാ ചമ്മന്തി ഒന്നും കാണുന്നില്ല. ഇതാ തക്കാളി ചമ്മന്തി, ചട്ടിനി ഒക്കെ പറയും. ഇതാ ചട്ടിനി ഉണ്ട്. ഇതാണ് ഇന്നിപ്പോൾ നമ്മളത് കേട്ടോ. അപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഇതുപോലെ അറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് ചെയ്യണേ. അപ്പോൾ ലൈക്ക് ചെയ്യുക. എന്തൊക്കെ ചെയ്യേണ്ടതെന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീനു വന്നാണ് പറയുന്നത്. ഒന്ന് പറഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.